നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ജ്ഞാനിതാവം നീടുന്നു ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ജ്ഞാനിതാവം നീടുന്നു പ്രിയനേ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ക്രിസ്തു എനിക്ക് മോചനം തന്നിരിക്കുന്നു. പാപത്തിൻ്റെ ഭയാനകമായ ശിക്ഷാവിധിയിൽ നിന്ന് ക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. പാപത്തിൻ്റെ പരിണിതഫലമായി ഉണ്ടാകുന്ന കനത്ത ശിക്ഷകളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും ക്രിസ്തു എനിക്ക് വിമോചനം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മാർട്ടിൻ ലൂതർ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. മാർട്ടിൻ ലൂതർ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ അഗാധതകളിലേക്ക് ഇറങ്ങിയത് റോമർക്കെഴുതിയ ലേഖനം പഠിച്ചതുകൊണ്ടാണ്, അതിൻ്റെ ആഴം ഗ്രഹിച്ചതുകൊണ്ടാണ്. മാർട്ടിൻ ലൂതർ റോമർക്കെഴുതിയ ലേഖനം പഠിച്ച് അതിനൊരു വ്യാഖ്യാനം എഴുതി. ആ വ്യാഖ്യാനം എഴുതുന്നതിന് മുൻപ് അതിൻ്റെ ആമുഖമായി ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗം കേട്ടാണ് ജോൺ വെസ്ലി ക്രിസ്തുവിൻ്റെ രക്ഷയുടെ മഹത്തായ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. ജോൺ വെസ്ലിയിൽ കൂടി അക്കാലത്ത് വെയിൽസിലുണ്ടായ ആത്മീയ ഉണർവ് അത് ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എത്രയോ ജനം യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ രക്ഷ അനുഭവിച്ചു. പാപത്തിൻ്റെ ഭീകരമായ ശിക്ഷകളിൽ നിന്ന് മോചനം പ്രാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എത്രയോ പേര് അനുഭവിച്ചു. റോമർക്കെഴുതിയ ലേഖനം
1-ാം അധ്യായം മുതൽ ഇതിൻ്റെ അവസാനം വരെയും വായിക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന വളരെ ശക്തമായ ഒരു ആശയമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനാലുള്ള നീതീകരണം, ക്രൂശ് മരണത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ബൈ ദ ഷെഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് ഈ ലേഖനത്തിൻ്റെ പരമമായ ഗൗരവമേറിയ ആശയം. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ പകുതിയിലധികവും എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതുകയുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ നീതീകരണത്തെക്കുറിച്ച്, കുറ്റവാളിയെ കുറ്റമില്ലാത്തവനെന്ന് നിരൂപിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അഗാധതയെക്കുറിച്ച് വിശദീകരിക്കുന്ന ലേഖനമാണ് റോമർക്കെഴുതിയ ലേഖനം. റോമർക്കെഴുതിയ ലേഖനത്തിൽ പാപിക്ക് വീണ്ടെടുപ്പുണ്ട് എന്നും പാപി പാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ലെന്നും പാപം ചെയ്തവന് ശിക്ഷയുണ്ടെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് മോചനം തരാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടുണ്ടെന്നുമുള്ള ഏറ്റവും ശക്തമായ ആശയത്തിൻ്റെ കരുത്തുറ്റതായ പ്രഖ്യാപനമാണ് നമുക്ക് ലഭിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ്. മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം ചരിത്രത്തിലെ ഒരു വലിയ ഗൗരവമേറിയ പ്രശ്നമായിരുന്നു. വേദപുസ്തകത്തിൽ തന്നെ ഇയ്യോബ് എന്ന നീതിമാനും ഭക്തനും നിഷ്കളങ്കനും ദോഷം വിട്ട് അകലുന്നവനുമായ ദൈവദാസൻ പലവട്ടം ചോദിക്കുകയുണ്ടായി, മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെയെന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വന്ന ആ ചോദ്യം ഇയ്യോബ് ആവർത്തിക്കുന്നത് കേൾക്കാം. മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെ? മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? വേദപുസ്തകത്തിൽ ആദ്യമായി നാം കാണുന്ന പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും വേദപണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെടുന്നത് വേദപുസ്തകത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണെന്നാണ്. ഏറ്റവും പുരാതനമായ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാതലായൊരു ചോദ്യം ഉയർത്തി, മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെയെന്ന്. ആ ചോദ്യത്തിൻ്റെ മറുപടി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ തൂലികയിൽ കൂടി അത് നമുക്ക് ലഭിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ വേദപുസ്തകത്തിലെ വെള്ളി നക്ഷത്രങ്ങളാണ്. ആ വാക്യങ്ങളിൽ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായ നീതീകരണം. ഏതൊരു പാപിക്കും വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ രക്ഷ സ്വന്തമാക്കാവുന്നതാണ്. ഏത് മഹാപാപം ചെയ്തവനും, ഏത് കുൽസിത മാർഗങ്ങളിലൂടെ ചരിച്ചവനും, ഏത് ദുഷ്ടതാക്കോടെ പ്രവർത്തിച്ചവനും, ഏത് നിഷ്ഠൂര പ്രവൃത്തി ചെയ്തവനും, എത്ര ഹീനവും നികൃഷ്ടവുമായ പദ്ധതികളിലൂടെ ജീവിതത്തിൻ്റെ യാത്ര നിർവഹിച്ചവനും, അവനെല്ലാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ തിരുബലി മൂലം, ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി മൂലം നീതിമാനായി തീരാം. നീതിമാനെന്ന് ദൈവം കണക്കാക്കുന്ന മഹത്തായ പദവി നേടാം. ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അത് പറയുന്നത്. മനുഷ്യൻ്റെ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല,
അവൻ്റെ മനോഗുണ പ്രവൃത്തികൾ കൊണ്ടല്ല, അവൻ്റെ യാതൊരു മേന്മയും കൊണ്ടല്ല, അവൻ്റെ പ്രാർത്ഥനയുടെ മഹത്വം കൊണ്ടല്ല, അവൻ്റെ ജീവിതത്തെ അവൻ ചെയ്തു കൂട്ടുന്നതായ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല. എന്നാലോ പുണ്യവാനായ യേശുക്രിസ്തുവിൻ്റെ പുണ്യരക്തം ഗോകുൽത്തായിലെ കുരിശിൽ ചിന്തിയത് മൂലം ആ തിരുരക്തത്തിൻ്റെ അത്ഭുത കൃപയാലും ശക്തിയാലും ഏത് ഭാവിക്കും നീതീകരണമുണ്ട്, വിശ്വസിക്കുന്നവർക്ക് നീതീകരണമുണ്ട് എന്നത്രേ ഈ വചനം നമ്മെ മനസ്സിലാക്കി തരുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം പറയും, എല്ലാവരും പാപം ചെയ്തു, സകലമാന മനുഷ്യരും, അത് പുറജാതികളായ മനുഷ്യർ, യവനന്മാരായ മനുഷ്യർ, ഗ്രീസിലുള്ളതായ ആളുകൾ, യഹൂദന്മാരല്ലാത്തതായ ആളുകൾ, അവരെല്ലാവരും പാപം ചെയ്തു അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജന്തു, നാൽക്കാലി എന്നിവയോട് സദൃശമാക്കി കളഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, യഹൂദനും പാപം ചെയ്തു, ദൈവജനമെന്നറിയപ്പെടുന്ന ആരാധന ലഭിച്ച യഹൂദനും പാപം ചെയ്തു, യാതൊരു വ്യത്യാസവുമില്ല. യവനൻ മാത്രമല്ല, ബർബരൻ മാത്രമല്ല, അപരിഷ്കൃതരായ മനുഷ്യർ മാത്രമല്ല, പുറജാതികൾ മാത്രമല്ല, യഹൂദനും പാപം ചെയ്തു എന്ന് 2-ാം അധ്യായം പറയും. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, യഹൂദനെന്നും വ്യത്യാസമില്ല, യവനെന്നും വ്യത്യാസമില്ല, സ്വജാതിയെന്നോ വിജാതിയെന്നോ വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ദൈവ തേജസ് തിരികെ തരുവാനായി നിത്യനായ ദൈവം തൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് തിരുവവതാരം ചെയ്യുവാൻ അവിടുന്ന് പ്രസാദിച്ചു. അങ്ങനെ ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യപുത്രനായി അവതരിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തിരുവവതാരം ചെയ്തു. 33.5 കൊല്ലം ഈ ഭൂമിയിൽ ഏതാണ്ട് 200 മൈൽ ചുറ്റളവിനുള്ളിൽ അവിടുന്ന് സഞ്ചരിച്ചു. ഗലീല നാടുകളിൽ കൂടി സഞ്ചരിച്ചു. കോറസീനിലും ബേത്സയിലും സഞ്ചരിച്ചു. എറിഹോവിലും യെറൂസലേമിലും സഞ്ചരിച്ചു. മഗദാദേശത്തും ഗദരദേശത്തും ബേഥാനിയിലും സഞ്ചരിച്ചു. കഫർനഹൂമിലും കോറസീനിലും സഞ്ചരിച്ചു. യേശു ആ ദേശങ്ങളൊക്കെയും സഞ്ചരിച്ച് നയീൻ പട്ടണത്തിൻ്റെ തെരുവിലൂടെ നടന്ന് യഹൂദ്യ ദേശം അവിടുന്ന് സഞ്ചരിച്ച് തീർത്തു. എന്നാൽ ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കർത്താവായ യേശു 30-ാമത്തെ വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയുള്ള 3.5 വർഷത്തിൻ്റെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പരസ്യ ശുശ്രൂഷയിൽ അവിടുന്ന് എവിടെയെല്ലാം കടന്നു ചെന്നുവോ അവിടെയെല്ലാം വേദനയെ ആറ്റി അകറ്റി. ദുരിതം എവിടെയുണ്ടോ അവിടെ ദുരിതം മാറ്റി. കഷ്ടപ്പാട് എവിടെയുണ്ടോ അവിടെ കഷ്ടത മാറ്റി. രോഗം എവിടെയുണ്ടോ അവിടെ രോഗം മാറ്റി. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി. കണ്ണുകുരുടർക്ക് കാഴ്ച കൊടുത്തു. തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തി. മരിച്ചവരെ ഉയർപ്പിച്ചു. യായിറോസിൻ്റെ മകൾ മരിച്ചവളായിരുന്നു. ആ പെൺകുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നയീനിലെ വിധവയുടെ മകൻ മരിച്ച് ശവമഞ്ചത്തിൽ ശവസംസ്കാരത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. ആ യുവാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലാസർ മരിച്ചു. ബേഥാന്യയിലെ ലാസർ മരിച്ചു. കല്ലറയിൽ വെച്ചു. 4 ദിവസമായി. ജീർണിച്ചു തുടങ്ങിയ, ദുർഗന്ധം വമിച്ചു തുടങ്ങിയ ആ ശവശരീരത്തെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു. 38 കൊല്ലം തളർവാദം ബാധിച്ച് കിടന്ന മനുഷ്യനെ യേശു എഴുന്നേറ്റ് നടക്കുമാറാക്കി. 18 കൊല്ലമായി കൂന് ബാധിച്ച സ്ത്രീക്ക് യേശുവിൻ്റെ കരുണ ലഭിച്ചു. അവളെ നിവർത്തി. അവൾ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. 12 കൊല്ലമായി രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. അവൾക്ക് ക്ഷണത്തിൽ സൗഖ്യമായി. യേശു ചെന്നിടത്തെല്ലാം സൗഖ്യം. യേശു ചെന്നിടത്തെല്ലാം ശാന്തി. യേശു ഇടപെട്ടിടത്തെല്ലാം സൗഖ്യവും സമാധാനവും ശാന്തിയും സന്തോഷവും ആശ്വാസവും സ്വസ്ഥതയും. എവിടെ ദുരിതമുണ്ടോ അവിടെയെല്ലാം ആനന്ദം വാരി ഉതറിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ആ 3.5 കൊല്ലം പരസ്യവേല ചെയ്തു. എന്നാലോ അന്നത്തെ ഗവൺമെൻറ്, അന്നത്തെ റോമൻ സർക്കാർ യേശുക്രിസ്തുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. റോമൻ ഗവർണറായ പീലാത്തോസ് യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ക്രൂസിൽ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചു. യേശു ചേർന്ന് നിന്നതായ യഹൂദ മതത്തിലെ ഉന്നതന്മാർ തന്നെ യേശുവിനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ആർത്തട്ടഹസിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് മഹാപുരോഹിതന്മാർ ആർക്കുകയും അട്ടഹസിക്കുകയും ഗർജിക്കുകയും ചെയ്തു. യേശുക്രിസ്തു ചെയ്യാത്തതായ തെറ്റുകൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് മിഥ്യയായ ആരോപണങ്ങൾ അവരെ അവതരിപ്പിച്ചു.
ആ ആരോപണങ്ങൾക്കൊന്നും തെളിവുണ്ടായിരുന്നില്ല. കൈസർക്ക് കരം കൊടുക്കണ്ട എന്ന് യേശു പറഞ്ഞു എന്ന് അവര് യേശുവിനെതിരായി ആരോപണം നിരത്തി. യെരൂശലേം ദേവാലയം ഇടിച്ചു കളയുവീനെന്ന് ജനത്തെ യേശു വിപ്ലവകാരികളാക്കി തീർക്കുവാൻ ആഹ്വാനം ചെയ്തു എന്നെല്ലാം യേശുവിനെ കുറിച്ച് മിഥ്യയായ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി. ഒട്ടുമില്ലാത്ത കാര്യങ്ങൾ. എന്നാലോ യേശു തനിക്ക് വേണ്ടി ഒന്നും വാദിച്ചില്ല. ഞാനിതൊന്നും പറഞ്ഞതല്ല എന്ന് യേശു പറഞ്ഞില്ല. യേശു എല്ലാം മൗനമായി കേട്ടു. അറുക്കുവാൻ കൊണ്ടുപോകുന്നിടത്ത് കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നിടത്ത് കുഞ്ഞാടിനെ പോലെയും യേശു മൗനമായി ഇരുന്നു. എല്ലാം കേട്ടു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. എല്ലാം സ്വീകരിച്ചു. ഭീഷണം പറഞ്ഞിട്ട് കുലുങ്ങിയില്ല. ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. കർത്താവായ യേശു അവിടുന്ന് ആ തലമുറയിൽ ന്യായം കിട്ടാത്തവനായി അവിടുന്ന് വിസ്തരിക്കപ്പെട്ട് അവിടുന്ന് വിധിക്കപ്പെട്ടു. ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് ജഡ്ജ്മെൻ്റ് എഴുതി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ ആ പടയാളികൾ കയ്യേറ്റു. ശതാധിപൻ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഈ മനുഷ്യനൊരു നീതിമാനായിരുന്നു, സത്യം ഞാനോ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന്. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് ആ ശതാധിപൻ പറഞ്ഞു. ഈ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞു. ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് ജഡ്ജിയായ ഗവർണർ പീലാത്തോസ് പറഞ്ഞു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് ഘാതകനായ യൂദ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ നിങ്ങളെല്ലാവരും എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് യേശു ചോദിച്ചു. എന്നാൽ പാപമില്ലാത്ത ദൈവപുത്രൻ അവിടുന്ന് ക്രൂസിൽ മരിച്ചു. എന്തിന്? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കുവാൻ. പാപമുള്ള നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ പാപമില്ലാത്ത ദൈവപുത്രൻ പാപിയെ പോലെ ക്രൂസിൽ മരിച്ചു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ശിക്ഷാവിധി ഒഴിവാക്കി തരുന്ന ക്രൂസിലെ നിത്യസ്നേഹത്തെ നിങ്ങൾക്ക് കാണാം. മനുഷ്യൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ക്രൂസിലെ സ്വർഗീയ സ്നേഹത്തെ നിങ്ങൾക്ക് കാണാം. പാപം ചെയ്യാത്ത ദൈവപുത്രൻ പാപിയുടെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി വഹിക്കുന്ന ആ സ്വർഗീയ സ്നേഹത്തെ നമുക്ക് കാണാം. ഇതെല്ലാം പ്രസംഗിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറയും, പറഞ്ഞു പോകാൻ എളുപ്പമാണ്. എന്നാൽ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ കഴിയുക, വേറൊരാൾ അനുഭവിക്കുന്ന യാതന സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിയുക, അതത്ര നിസ്സാര കാര്യമല്ല. നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ കർത്താവായ യേശു ക്രൂസിൽ 3 ആണികളിൽ അവിടുന്ന് പിടഞ്ഞു, 3 ആണികളാൽ തറയ്ക്കപ്പെട്ടു. അവിടുന്ന് സങ്കടത്തോടെ കരഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായവരോട് ക്ഷമിക്കണമേ. കർത്താവായ യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. കർത്താവായ യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. കർത്താവായ യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് അനുദപിച്ച വലത്ത് ഭാഗത്തെ കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് പർദീസിലിരിക്കുമെന്ന്. കർത്താവായ ക്രൂസിൽ കിടന്നുകൊണ്ട് ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മയോടും ശിഷ്യനോടും പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവെന്ന്. കർത്താവായ യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, നിവൃത്തിയായി എന്ന്. അവസാനമായി 7-ാമത്തെ തിരുമൊഴി യേശു പറഞ്ഞത്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഈ 7 തിരുമൊഴികളും പറഞ്ഞ് കർത്താവായ യേശു ക്രൂസിൽ ഇതാ പ്രാണനെ വിട്ടു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ മരണം ഒഴിവാക്കുവാൻ, പാപത്തിൻ്റെ ശിക്ഷ ഒഴിവാക്കുവാൻ, പാപത്തിൻ്റെ നരക ദുരിതം ഒഴിവാക്കുവാൻ വേദന ഏറ്റുവാങ്ങി, മരണം ഏറ്റുവാങ്ങി, ദുരിതം ഏറ്റുവാങ്ങി, പീഡയും ദുഃഖവും ഏറ്റുവാങ്ങി നമുക്ക് മോചനം തരുവാൻ യേശു ക്രൂസിൽ മരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23, 24, 25 വാക്യങ്ങൾ ഒന്നുകൂടി കേൾക്കൂ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഒരു സംഭവം. അവിടെ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു പോകുമ്പോൾ അവരുടെ മത്സരം കൊണ്ടും പാപം കൊണ്ടും ആ ശിക്ഷ അവരുടെ മേൽ വന്നു. അഗ്നിസർപ്പങ്ങൾ പാളയത്തിൽ ഊടാടി സഞ്ചരിച്ച് ആളുകളെ കടിക്കാൻ തുടങ്ങി. തീപ്പാമ്പുകൾ സകല ഇസ്രായേൽ പാളയങ്ങളിലൂടെയും ഓടി നടക്കുകയാണ്.
അനേകം തീപ്പാമ്പുകൾ, അഗ്നിസർപ്പങ്ങൾ, കടിക്കുന്നവർ വിഷബാധയേറ്റ് തളർന്നു വീഴുകയാണ്. ഏതാനും സമയത്തിനകം അന്ത്യശ്വാസം വലിക്കുകയാണ്. മരണം ആ ഇസ്രായേൽ പാളയങ്ങളിലൊക്കെയും നടമാടി. മനുഷ്യർ വലഞ്ഞു. അയ്യോ, എന്തു വേണ്ടു എന്ന് പറഞ്ഞ് കരഞ്ഞു. എങ്ങനെ രക്ഷപ്പെടേണ്ടു എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോഴുണ്ട് മോശ ദൈവത്തോട് നിലവിളിക്കുന്നു, കർത്താവേ, അഗ്നിസർപ്പത്തിൻ്റെ ബാധയേറ്റ്, തീപ്പാമ്പുകളുടെ കടിയേറ്റ് ജനം വിഷബാധയിൽ മരിക്കുന്നല്ലോ, രക്ഷിക്കണമേ, കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അഭിഷിക്തനായ മോശ ദൈവസന്നിധിയിൽ കരം മലർത്തി. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവർ വിശ്വസിച്ചാൽ മാത്രം മതി. നീ പിച്ചള കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കൂ, പാളയത്തിൻ്റെ മധ്യത്തിൽ നാട്ടി നിർത്തൂ. എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്കവണ്ണം ആ താമ്രസർപ്പത്തെ നീ നാട്ടി നിർത്തൂ. പാമ്പിൻ്റെ കടിയേറ്റവർ ആരായാലും മരിക്കാറായവരാണെങ്കിലും ആ പിച്ചള സർപ്പത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, അവർ രക്ഷ പ്രാപിക്കും, വിഷബാധയിൽ നിന്ന് മോചിതരാകും എന്ന് മോശയോട് ദൈവം അരുളി ചെയ്തു. മോശ പാളയങ്ങളിലെല്ലാം അത് അറിയിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, എന്താണ് ഉണ്ടായത്? മോശ പറഞ്ഞ ആ വാക്ക് ജനം ശ്രദ്ധിച്ചു. പലരും ഓർത്തു, ഈ പറഞ്ഞ മോശ ഒരു പഴഞ്ചനായതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ശാസ്ത്രബോധമില്ല, ശരീരശാസ്ത്രത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ശരീരത്തിൽ വിഷമേറ്റാൽ ശരീരത്തിലെ രക്തത്തിൽ കലരുകയില്ലേ? രക്തത്തിൽ നിന്ന് വിഷം അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയില്ലേ? വിഷത്തിൻ്റെ ബാധ പോകാൻ അങ്ങ് ദൂരെ ഒരിടത്ത് നാട്ടി നിർത്തിയിരിക്കുന്ന പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ എന്ത് ഫലം എന്ന് ബുദ്ധിജീവികൾ പലരും ചിന്തിച്ചു. അവർ നോക്കിയില്ല, അവർ തളർന്നു, അവർ മയങ്ങി, അവർ ഇതാ മരണക്കയത്തിലേക്ക് മുങ്ങിത്താണു. എന്നാൽ ഒന്നും അറിയാൻ പാടില്ലാത്തവർ, വലിയ വിവരമൊന്നുമില്ല, വലിയ ബുദ്ധിയൊന്നുമില്ല, വലിയ ജ്ഞാനമൊന്നുമില്ല. മോശ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ദൈവം അരുളി ചെയ്തതാണ് മോശ പ്രസ്താവിക്കുന്നത്. മോശ പ്രസ്താവിക്കുന്ന വചനം ദൈവത്തിൻ്റെ വചനമാണ്. അത് വിശ്വസിച്ചവർ അവരെന്ത് ചെയ്തു? മയങ്ങി പോകുമ്പോൾ, ബോധം കെട്ടു തുടങ്ങുമ്പോൾ, ഇതാ വിഷബാധയിൽ താണു പോകുമ്പോൾ അവർ നോക്കി അങ്ങ് ദൂരെയുള്ള ഉയരത്തിൽ നാട്ടിയിരിക്കുന്ന പിച്ചള സർപ്പത്തിലേക്ക്. എന്തൊരത്ഭുതം! പെട്ടെന്ന് അവരുടെ കണ്ണ് തുറക്കുന്നു, പെട്ടെന്ന് അവരുടെ ബുദ്ധി തെളിയുന്നു, പെട്ടെന്ന് ശരീരം ഉന്മേഷഭരിതമായി തീരുന്നു, ബാധ മാറുന്നു. എന്തൊരത്ഭുതം! പ്രിയപ്പെട്ടവരെ, ഞാൻ ഭാവനയിൽ കാണും ഒരാൾ ഇതുപോലെ അങ്ങ് മുകളിലേക്ക് നോക്കി ആ കൂടാരത്തിൻ്റെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന, പാളയമധ്യത്തിൽ നാട്ടിയിരിക്കുന്ന ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കി. പെട്ടെന്ന് അവന് ബോധം കിട്ടി, അവൻ്റെ ശരീരത്തിൽ ആരോഗ്യം കിട്ടി, വിഷബാധ അവനിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ അവൻ വേഗം ഓടി അടുത്ത കൂടാരത്തിലേക്ക്. അവിടെ വിഷബാധയേറ്റ് തളർന്നു കിടക്കുന്നു ചിലർ. അവരെ അവൻ തട്ടി എഴുന്നേൽപ്പിച്ചു. നോക്കൂ, നിങ്ങൾ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത് മാത്രമേ പോംവഴിയുള്ളൂ. നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ മരുന്ന് കുടിക്കണ്ട, മരുന്ന് കഴിക്കണ്ട, മരുന്ന് ഇഞ്ചക്ട് ചെയ്യണ്ട. നിങ്ങളൊന്ന് മാത്രം ചെയ്താൽ മതി, ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി, രക്ഷപ്പെടാം. ഈ മനുഷ്യൻ, രക്ഷപ്പെട്ട മനുഷ്യൻ മറ്റുള്ളവരോട് പറഞ്ഞു. അവർ നോക്കി, അവരും രക്ഷ പ്രാപിക്കുകയാണ്. ഇതാ അവർ വേഗം കുതിച്ച് മറ്റ് കൂടാരങ്ങളിലേക്ക് ഓടുന്നു. അവർ ചിതറി ഓടുന്നു, വിവിധ കൂടാരങ്ങളിലേക്ക് ചെല്ലുന്നു. അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നശിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അപകടത്തിലാകേണ്ട കാര്യമില്ല. പിച്ചള സർപ്പം നാട്ടപ്പെട്ടിട്ടുണ്ട്, പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി, രക്ഷ പ്രാപിക്കാമെന്ന് പറഞ്ഞു. നോക്കിയവർ രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവായ യേശുവിൻ്റെ ജീവൻ്റെ വചനം നമ്മെ അറിയിക്കുന്ന എന്താണ്? മനുഷ്യപുത്രൻ ഇതാ മോശ മരുഭൂമിയെ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പാടി, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയപ്പെട്ടവരെ, നോക്കുവാനൊരു ആശ്രയസ്ഥാനമുണ്ട്, നോക്കി രക്ഷപ്പെടുവാനൊരു സങ്കേത നഗരമുണ്ട്, നോക്കി സങ്കേതം പ്രാപിപ്പാൻ ഇതാ ക്രൂശിലെ രക്ഷകനുണ്ട്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയപ്പെട്ടവരെ, റോമർക്ക് എഴുതിയ ലേഖനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം എഴുതിയപ്പോൾ
12-ാം അധ്യായത്തിൽ പറഞ്ഞു. 12-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീനെന്ന്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയും, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ. നോക്കുവാൻ യേശുവുണ്ട്, രക്ഷപ്പെടുവാൻ യേശുവുണ്ട്. ഏത് പാപിക്കും രക്ഷപ്പെടാം. പ്രിയരെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നോക്കിയാൽ മതി. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം സകലവും ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആരും തളരണ്ട, ആരും നിരാശപ്പെടണ്ട. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ സോ യു റീപ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. സത്യം, വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ശരിയാണ്, നിന്റെ പാപം നിന്നെ കണ്ടെത്തും, സംശയമില്ല. അത് ഉറപ്പാക്കിക്കൊള്ളുക. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പ്രിയപ്പെട്ടവരെ, പാപം വേട്ടയാടുന്നു. എന്നാൽ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ഇതാ യേശുക്രിസ്തു ക്രൂശിന്മേൽ നാട്ടപ്പെട്ടിരിക്കുന്നു. അവങ്കിലേക്ക് നിങ്ങൾ നോക്കുമോ? അവനെ നിങ്ങൾ ആശ്രയിക്കുമോ? അവന് നാമം വിളിച്ചപേക്ഷിക്കുമോ? അവനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുമോ? അവനോടിപ്പോൾ നിങ്ങൾ ഉള്ളു തുറന്ന് ഒരു വാക്കിപ്പോൾ പറയുമോ? കർത്താവേ, ഇതുവരെയുള്ള എൻ്റെ ജീവിതം പാപ മലീമസമായി പോയി. ഇതുവരെയുള്ള എൻ്റെ ജീവിതം പാപത്തിന് ഞാൻ വിട്ടുകൊടുത്തുപോയി. എൻ്റെ ചിന്തകളിൽ പാപം, എൻ്റെ നാവിൽ വാക്കുകളിൽ പാപം, എൻ്റെ പ്രവൃത്തികളിൽ പാപം, എൻ്റെ ഓരോ അവയവം കൊണ്ടും ഞാൻ പാപം ചെയ്തു. ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ടും ആന്തരേന്ദ്രിയങ്ങൾ കൊണ്ടും ഞാൻ പാപം ചെയ്തു. പുറമേയുള്ള അവയവം കൊണ്ട് പാപം ചെയ്തു. അകമേയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്തു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അകവും പുറവും പാപമായി പോയി. ഞാൻ മുഴുവൻ പാപപൂർണനായി പോയി. പാപത്തിൽ ഞാൻ വീണുപോയി. കർത്താവേ, പാപം എന്നെ മൂടിക്കളഞ്ഞു. സാത്താൻ്റെ വലയിൽ ഞാൻ കുടുങ്ങിപ്പോയി. അത് സാത്താൻ എന്നെ വഞ്ചിക്കുവാൻ കാരണം ഞാൻ പാപം ചെയ്യുവാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തതാണ്. എനിക്ക് ന്യായീകരണം ഇല്ല. കർത്താവേ, മനസ്സലിയണമേ. ഇപ്പോൾ പാപത്തിന്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് വിടുവിക്കണമേ. സാത്താന്റെ ഭീകരമായ അടിമത്വത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. പാപം എന്നെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇതാ ഞാൻ എൻ്റെ പാപത്തെ കണ്ടുപിടിച്ച് അനുതാപത്തോടെ ഏറ്റുപറയുന്നു. പാപത്തെ ഉപേക്ഷിക്കുന്നു. ഒരു പുതിയ ജീവിതം ഇതാ ഞാൻ തുടങ്ങുന്നു. എന്നോട് കനിയണമേ, എന്നോട് മനസ്സലിയണമേ, എന്നെ വീണ്ടെടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ നിന്റെ മകനും നിന്റെ അവകാശിയുമാക്കി തീർക്കണമേ. എന്നെ നിന്റെ മകളും നിന്റെ അവകാശിയുമാക്കി തീർക്കണമേ. എൻ്റെ മേൽ നിന്റെ കൃപ പകരണമേ. എൻ്റെ മേൽ നിന്റെ കരുണ ചൊരിയണമേ. നിന്റെ ആണിപ്പോടുള്ള കരം ഇപ്പോൾ എൻ്റെ ശിരസിൽ വെക്കണമേ. എൻ്റെ അകൃത്യം മാറ്റണമേ. എൻ്റെ ലംഘനങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ പാപങ്ങൾക്കൊരു മോചനം തരണമേ. ശിക്ഷയിൽ നിന്ന് മോചനം തന്ന് എനിക്ക് സ്വർഗീയ സൗഭാഗ്യം തരണമേ. നിത്യജീവന്റെ അവകാശം തരണമേ. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. ദിവ്യദൂതനായി സ്തോത്രം. പാപത്തിന്റെ പരിഹാരമായി ക്രിസ്തു ജീവിക്കുന്നതിനാൽ സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ രക്ഷണ്യമായ വേല ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം തിരുവചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. നാഥ, ഞങ്ങളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. പാപത്തിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കണമേ. ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ. പൈശാചിക ബാധകൾ നീക്കിക്കൊടുക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. കുടുംബശാന്തി നൽകണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.